മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇപ്പോൾ പരിശോധന നടത്തേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളി. ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് ജല കമ്മീഷൻ അംഗീകാരം നൽകിയത്. സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി അറ്റകുറ്റപ്പണികളെന്നായിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം. പരിശോധന 2026 മതിയെന്ന തമിഴ്നാടിന്റെ വാദം കമ്മിറ്റി തള്ളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം റേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തമിഴ്നാടിന് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന വർഷങ്ങളായി കേരളം ആവശ്യപ്പെട്ടതാണെന്നും തീരുമാനം തമിഴ്നാടിനും അംഗീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ കാണാൻ കഴിയും. കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോ തന്നെയാണല്ലോ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ പുതിയൊരു ഡാം ഉണ്ടാവുക, ഇക്കാര്യമായിരുന്നു നമ്മൾ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത്. വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയുൾപ്പെടെ പരിശോധിക്കും. 2011 സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് വിശദ പരിശോധന നടത്തിയത്. 24 ഡൽഹി.